Hello students, welcome. How are you? എല്ലാവരും സുഖമായിരിക്കണോ അല്ലേ? ഓക്കെ, നമ്മൾ ബിസിനസ് റെഗുലേഷനിൽ ഇതുവരെ 8 സെഷൻസാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് നമുക്ക് 9ാമത്തെ സെഷനിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ, പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ, പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് അതൊക്കെ നമ്മൾ കണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സെപ്ഷൻ, നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റിൻ്റെ എക്സെപ്ഷൻസ് കണ്ടിരുന്നു. നമ്മൾ ഇന്നും ആ എക്സെപ്ഷൻസിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സെപ്ഷൻ ടു ദ റൂൾ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റിൽ 2 എക്സെപ്ഷൻസ് കണ്ടിരുന്നു. ഒന്ന് അഗ്രിമെൻറ്റ് ബേസ്ഡ് അപ്പോൺ ലവ് ആൻഡ് അഫെക്ഷൻ, പിന്നെ ഒരെണ്ണം അഗ്രിമെൻറ്റ് ടു പേ കോമ്പൻസേഷൻ ഫോർ പാസ്റ്റ് വോളണ്ടറി സർവീസസ്. ആ 2 എക്സെപ്ഷൻസ് ആണ് നമ്മൾ കണ്ടിരുന്നത്. ഇനി നമുക്ക് ഇന്ന് നമ്മളുടെ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റിൽ 3ാമത്തെ ഒരു എക്സെപ്ഷനാണ് കാണുന്നത്. ദറ്റ് ഈസ് എഗ്രിമെൻറ്റ് ടു പേ എ ടൈം ബാർഡ് ഡെപ്റ്റ്. ടൈം ബാർഡായിട്ടുള്ള ഡെപ്റ്റിന് ഒരു എഗ്രിമെൻറ്റ് ഫോം ചെയ്താൽ അതും ഒരു എക്സെപ്ഷൻ ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. വേർ എ ഡെപ്റ്റർ പ്രോമിസസ് ബൈ വേ ഓഫ് റൈറ്റിംഗ് ടു പേ എ ടൈം ബാർഡ് ഡെപ്റ്റ്. ഒരു ഡെപ്റ്റർ, നമ്മുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിച്ച ഒരു കടക്കാരൻ, കടം വാങ്ങിച്ച ആളാണ് ഡെപ്റ്റർ. ആൾ എന്ത് ചെയ്തു, നമുക്ക് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ആ പൈസ നമുക്ക് തിരിച്ചു തരാനുള്ള സമയം കഴിഞ്ഞതിന് ശേഷം അയാൾ എന്ത് ചെയ്യുന്നു, ഒരു റിട്ടേൺ പ്രോമിസ് നമുക്ക് തരികയാണ്. അത് അയാൾ അടച്ച് കൊള്ളാമെന്ന് പറഞ്ഞിട്ട്. ദ അഗ്രിമെൻറ്റ് ഈസ് വാലിഡ് ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് സപ്പോർട്ടഡ് ബൈ കൺസിഡറേഷൻ. അപ്പോൾ അത് അഗ്രിമെൻറ്റ് വാലിഡാണ്, അവിടെ വേറെ കൺസിഡറേഷൻ ഒന്നുമില്ല. The main point to be considered is that the promise to pay a time-barred debt must be an express one. ഇവിടെ ആകെ കൂടി കൺസിഡറേഷൻ ഇല്ല, ഇതൊരു എഗ്രിമെൻ്റ് ആണ്, ഒരു പ്രോമിസ് ഈ ഡെപ്റ്റർ നമുക്ക് തരുന്നതാണ്. അതിനെ നമുക്ക് ഒരു എഗ്രിമെൻ്റ് ആയിട്ടും കോൺട്രാക്റ്റ് ആയിട്ട് തന്നെ എടുക്കാം. കാരണം ഇവിടെ കൺസിഡറേഷന് വലിയ പ്രസക്തിയില്ല. ഇവിടെ ആകെ കൂടി നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ ടൈം ബാർഡായിട്ടുള്ള ഡെപ്റ്റിന് ഒരു ഡെപ്റ്റർ നമുക്ക് പ്രോമിസ് തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് റിട്ടേൺ ഫോമിൽ എക്സ്പ്രസ് ചെയ്തിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ഇംപ്ലൈഡ് ഫ്രം ആൻ അക്നോളജ്മെൻറ്റ് ഓഫ് ദ ഡെപ്റ്റ്. ഒരു ഇംപ്ലൈഡ് അഗ്രിമെൻ്റ് ആയിട്ട് അത് ഒരിക്കലും ഫോം ചെയ്യാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് വെർബലി ഓർ ബൈ റിട്ടേൺ ഫോം. ഓക്കെ, സോ ആ രീതിയിലാണ് നമുക്ക് ടൈം ബാർഡ് ഡെപ്റ്റിൻ്റെ ഒരു എഗ്രിമെൻറ്റ് ഈ എക്സെപ്ഷനായിട്ട് ഇവിടെ വരുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പേഴ്സൺ എ ബോറോസ് ₹50,000 ഫ്രം ബി. പേഴ്സൺ എ എന്ന് പറഞ്ഞ ആൾ പേഴ്സൺ ബിയിൽ നിന്നും 50,000 രൂപ ബോറോ ചെയ്തു. അണ്ടർ ദി ലിമിറ്റേഷൻ ആക്ട് 1963. ഇപ്പം ഇങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനും ഒരു നിയമമുണ്ട്. ആ നിയമമാണ് ഇവിടെ ലിമിറ്റേഷൻ ആക്ട് 1963. നമ്മളുടെ കോൺട്രാക്റ്റ് ആക്ട് 1872 ആണ്, എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അതിനു മുമ്പേ ഈ ഒരു നിയമം വന്നു. എന്താണ് ലിമിറ്റേഷൻ ആക്ട് 1963? അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബി മസ്റ്റ് ടേക്ക് സ്റ്റെപ്സ് ടു റിക്കവർ ദ അമൗണ്ട് വിത്തിൻ 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ലോൺ. അതായത് അക്കോർഡിംഗ് ടു ലിമിറ്റേഷൻ ആക്ട് 1963 ഒരാളുടെ കയ്യിൽ നിന്നും പൈസ ബോറോ ചെയ്ത് കഴിഞ്ഞാൽ 3 കൊല്ലത്തിൻ്റെ ഉള്ളിൽ, നിയമം പറയുന്നത് അങ്ങനെയാണ്, പെട്ടെന്ന് തന്നെ അയാൾ അത് തിരിച്ചു കൊടുക്കണം. പക്ഷേ നിയമം പറയുന്നത് അയാൾ 3 കൊല്ലത്തിൻ്റെ ഉള്ളിൽ അത് തിരിച്ച് അടയ്ക്കണം എന്നാണ്. ദറ്റ് മീൻസ് ആ ബാധ്യത അയാൾക്ക് ഉണ്ട്. ഓക്കെ, അപ്പം ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ആ 3 വർഷം അയാൾക്ക് അതിൻ്റെ ബാധ്യതയുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ബി ആണല്ലോ പൈസ കൊടുത്തത്. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം, പേഴ്സൺ എയുടെ നിന്നും ആ പൈസ റിക്കവർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. എ ഡിഡ് നോട്ട് ഡൂ സോ. അപ്പം ബി എന്ത് ചെയ്തു, എയിൽ നിന്നും പൈസ മേടിക്കാൻ വേണ്ടി അയാൾ വിളിച്ച് ചോദിക്കും, ആളയക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എ ഒന്നും റെസ്പോണ്ട് ചെയ്തില്ല. ഹെൻസ് ദ ഡെപ്റ്റ് ഇസ് ബാർഡ് ബൈ ദ ലിമിറ്റേഷൻ ആക്ട്. അപ്പം അങ്ങനെ ഇതെന്താണ്, 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും അത് ലാപ്സായിപ്പോയി. ഓക്കെ, അപ്പോൾ 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ വാലിഡിറ്റി ഇല്ല.
അപ്പോൾ 3 വർഷം കഴിഞ്ഞപ്പോൾ ആഫ്റ്റർ 3 years എ പ്രോമിസസ് ബി ബൈ വേ ഓഫ് റൈറ്റിംഗ് ടു റിപ്ലൈ ദ സെഡ് ഡെപ്റ്റ് ഓഫ് ₹50,000. 3 വർഷം കഴിഞ്ഞിട്ട് എ പറയാണ്, ഓക്കെ, ബീനടുത്ത് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് 50,000 വാങ്ങിച്ചിരുന്നു, അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് തിരിച്ചു തരാം എന്ന് പറഞ്ഞ് റൈറ്റപ്പിൽ തരികയാണ് ആഫ്റ്റർ 3 years. ഇറ്റ് ഈസ് എ വാലിഡ് കോൺട്രാക്റ്റ്. അതിനെ നമുക്കൊരു വാലിഡ് കോൺട്രാക്റ്റായിട്ട് കൺസിഡർ ചെയ്യാം. അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ തന്നെയും നമുക്കൊരു വാലിഡ് കോൺട്രാക്റ്റായിട്ട് അതിനെ കൺസിഡർ ചെയ്യാം. ബി ക്യാൻ റിക്കവർ ദ സെഡ് അമൗണ്ട് ഫ്രം എ ഓൺ ദ ബേസ് ഓഫ് ദ ന്യൂ പ്രോമിസ് ഗിവൻ ബൈ എ. അപ്പോൾ അങ്ങനെ എ തന്നിട്ടുള്ള പുതിയ പ്രോമിസ് അനുസരിച്ച് ബിക്ക് എന്ത് ചെയ്യാം, എയുടെ കയ്യിൽ നിന്നും ആ പൈസ ഈടാക്കാം. ഓക്കെ, സോ അതാണ് ആദ്യം പറയുന്ന മൂന്നാമത് പറയുന്ന ഒരു എക്സെപ്ഷൻ അല്ലേ. അതായത് ഒരാൾ ബോറോ ചെയ്തു, അപ്പോൾ അയാൾക്ക് ഡെപ്റ്റായി. ആ ഡെപ്റ്റ് അയാൾ 3 yearsനുള്ളിൽ ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ, ആ ഡെപ്റ്റ് അയാൾ തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ, അക്കോർഡിംഗ് ടു ലിമിറ്റേഷൻ ആക്ട് 1963 3 years കഴിഞ്ഞാൽ അത് ലാപ്സായി പോകും. അപ്പോൾ 3 year കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ബോറോ ചെയ്ത ഡെപ്റ്റർ എന്ത് ചെയ്തു, റിട്ടേൺ ആയിട്ട് എഴുതി എന്ത് ചെയ്തു, പൈസ തന്ന ആളുടെ അടുത്ത് പ്രോമിസ് ചെയ്യാണ്, ഞാൻ നിങ്ങളുടെ പൈസ തിരിച്ചു തന്നുകൊള്ളാം. അപ്പോൾ അതെന്താ, അതിനൊരു വാലിഡ് കോൺട്രാക്റ്റായിട്ട് കൺസിഡർ ചെയ്യാം. വൈ? ബിക്കോസ് ഈവൻ ദോ അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിലും അതിന് കോൺട്രാക്റ്റാണ്, എക്സെപ്ഷനാണ്. അപ്പോൾ ആ ഒരു പുതിയ പ്രോമിസിന് പുറത്ത് ആ പൈസ കൊടുത്ത ആൾക്ക് പൈസ മേടിച്ച ആളുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കാം. അതാണ് നമ്മളുടെ മൂന്നാമത്തെ എക്സെപ്ഷൻ പറയുന്നത്. അത് മനസ്സിലായി എന്ന് വിചാരിക്കണോ അല്ലേ? അപ്പം ലവ് ആൻഡ് അഫെക്ഷനിൽ എങ്ങനെയാണ്, പിന്നെ അതുപോലെ തന്നെ എഗ്രിമെൻറ്റ് ടു പേ കോമ്പൻസേഷൻ ഫോർ ദ പാസ്റ്റ് വോളണ്ടറി സർവീസസ്, അതെങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ഇപ്പോൾ ദേ എഗ്രിമെൻറ്റ് ടു പേ എ ടൈം ബാർഡ് ഡെപ്റ്റ്, അതും കണ്ടു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മളുടെ എക്സെപ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റിൻ്റെ മൂന്നാമത്തെ ഒരു എക്സെപ്ഷൻ കണ്ടു അല്ലേ. എന്താണ്, അതായത് നമ്മളുടെ ബാർഡ് ഡെപ്റ്റിൻ്റെ, ടൈം ബാർഡായിട്ടുള്ള ഡെപ്റ്റിൻ്റെ ഒരു പ്രോമിസ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് കോൺട്രാക്റ്റായിട്ട് ഫോം ചെയ്യാം, ഈവൻ ദോ ദർ ഇസ് നോ കൺസിഡറേഷൻ. ഇനി നമുക്ക് 2 എക്സെപ്ഷൻസ് കൂടിയാണ് വരുന്നത്. ഒന്ന് കംപ്ലീറ്റഡ് ഗിഫ്റ്റ്സ്. എന്താണ് കംപ്ലീറ്റഡ് ഗിഫ്റ്റ്സ്? ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഗിഫ്റ്റിന് ഒരു കൺസിഡറേഷനൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളൊരു വാഗ്ദാനം വന്നാൽ അതിനെയും ഒരു കോൺട്രാക്റ്റായിട്ട് എടുക്കാം, ഈവൻ ദോ ദർ ഇസ് നോ കൺസിഡറേഷൻ. So validity gift made between the donor and the donee, it is not affected by the rule no consideration no contract. അത് നമുക്ക് കോൺട്രാക്റ്റ് ആയിട്ട് തന്നെ എടുക്കാം. ഇനി ഏജൻസി, നോ കൺസിഡറേഷൻസ് നീഡഡ് ടു ക്രിയേറ്റ് എൻ ഏജൻസി. നമ്മളൊരു ഏജൻസിനെയാണ് നമ്മൾ ഒരു മീഡിയേറ്ററായിട്ട് ഫോം ചെയ്തിട്ടുള്ളത്, അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിലും ആ ഏജൻസി ആയിട്ടുള്ള കോൺട്രാക്റ്റിനെ നമുക്ക് എന്താണ് കോൺട്രാക്റ്റായിട്ട് തന്നെ എടുക്കാം. ഓക്കെ, സോ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ എക്സെപ്ഷൻസ് ഓഫ് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് ഫോം ചെയ്തിട്ടുള്ളത്. 5 എക്സെപ്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളുടെ കൺസിഡറേഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് ലോയിലും ഇന്ത്യൻ ലോയിലും എന്തൊക്കെ ഡിഫറൻസസ് ആണ് വരുന്നതെന്നുള്ളത് ജനറലായിട്ട് നോക്കാം. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. അതിൽ ആദ്യത്തെ ഒരു ഡിഫറൻസ് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇംഗ്ലീഷ് ലോയിൽ നമ്മളുടെ കൺസിഡറേഷൻ പ്രോമിസി തന്നെയാണ് മൂവ് ചെയ്യേണ്ടത്. വേറെ പ്രോമിസിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആർക്കും തന്നെ മൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യൻ കോൺട്രാക്ട് ലോയിൽ ഒന്നില്ലെങ്കിൽ പ്രോമിസി അല്ലെങ്കിൽ പ്രോമിസിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള തേർഡ് പാർട്ടിക്ക് കൺസിഡറേഷൻ മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതാണ് ആദ്യത്തെ ഡിഫറൻസ്. ഓക്കെ, രണ്ടാമത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് ലോയിൽ ഒരു സ്ട്രേഞ്ചർക്ക് കൺസിഡറേഷനിൽ യാതൊരു പങ്കുമില്ല. There is no right or responsibility to a stranger in a consideration. Okay, so that he cannot sue against consideration against ആയിട്ട് ആൾക്ക് ഒരു നിയമപരമായിട്ട് നീക്കങ്ങളൊന്നും നടത്താൻ പറ്റില്ല. പക്ഷേ ഇന്ത്യൻ കോൺട്രാക്ട് ലോ അനുസരിച്ച് ഒരു കൺസിഡറേഷൻ്റെ ഇതിൽ ഒരു തേർഡ് പാർട്ടി, ഇഫ് ഹി ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രോമിസി, ഹീ ക്യാൻ സ്യൂ എഗെയിൻസ്റ്റ് ദ കൺസിഡറേഷൻ. ആ കൺസിഡറേഷൻ്റെ അടുത്ത് എഗെയിൻസ്റ്റ് ആയിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അവകാശം തേർഡ് പാർട്ടിക്ക് കിട്ടും. ഇഫ് ഹി ആക്ട് ആസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ പ്രോമിസിയുടെ ബിഹാഫ് നിന്നിട്ട് റെപ്രസെൻറ്റേറ്റീവായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അയാൾക്ക് അതിനുള്ള ഒരു അധികാരമുണ്ട്. ഓക്കെ, ഇനി പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അതേ പോയിൻറ്റ്സ് ആണ്. ഇംഗ്ലീഷ് ലോയിൽ
പ്രസൻറ്റും അതുപോലെ ഫ്യൂച്ചർ കൺസിഡറേഷൻസേ ഉള്ളൂ. ദർ ഇസ് നോ പാസ്റ്റ് കൺസിഡറേഷൻ. പക്ഷേ നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ലോയിൽ എന്താ പറയുന്നത്? മൂന്നും ഉണ്ട്. പാസ്റ്റ് കൺസിഡറേഷൻ ഉണ്ട്, പ്രസൻറ്റ് കൺസിഡറേഷൻ ഉണ്ട്, ആൻഡ് ഫ്യൂച്ചർ കൺസിഡറേഷനും ഉണ്ട്. ഓക്കെ, ഇൻ ഇംഗ്ലീഷ് ലോ ഇപ്പോൾ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ കൺസിഡറേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാമല്ലോ അല്ലേ? അതായത് പാസ്റ്റ് കൺസിഡറേഷനിൽ ആദ്യം കൺസിഡറേഷൻ വന്നു, അതിനുശേഷമാണ് പ്രോമിസ് ഉണ്ടാവുക. പ്രോമിസ് നടക്കുമ്പോൾ കൺസിഡറേഷൻ ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഓക്കെ, അതാണ് പാസ്റ്റ് കൺസിഡറേഷൻ. പ്രസൻറ്റ് കൺസിഡറേഷനിൽ സൈമൾട്ടേനിയസ് ആയിട്ട് ആദ്യം പ്രോമിസ് നടന്നു, അതിനുശേഷം കൺസിഡറേഷൻ ഫോം ചെയ്തു. ഫ്യൂച്ചർ കൺസിഡറേഷനിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം പ്രോമിസ് നടന്നു, അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് കൺസിഡറേഷൻ ഫോം ചെയ്യുള്ളൂ. അപ്പോൾ കൺസിഡറേഷൻ പിന്നീട് ഉണ്ടാവുന്നുള്ളത് പ്രോമിസ് കൊടുക്കുന്നു. പ്രോമിസ് ടു പ്രോമിസ് നടക്കുകയാണ് ഫ്യൂച്ചർ കൺസിഡറേഷനിൽ. അപ്പോൾ അതാണ് നമ്മളുടെ പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കൺസിഡറേഷൻസ്. അത് ഇന്ത്യൻ കോൺട്രാക്ട് ലോയിൽ ഉണ്ട്. ഇംഗ്ലീഷ് ലോയിൽ പാസ്റ്റ് കൺസിഡറേഷൻ ഇല്ല, ബാക്കി പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചറും ഉണ്ട്. ഇനി ഇംഗ്ലീഷ് ലോയിൽ ഒരു വാലിഡ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് നിയമത്തിൻ്റെ കണ്ണുകളിൽ വാലിഡ് ആയിട്ടുള്ളത് മാത്രമാണ് അവിടെ വാലിഡ് കൺസിഡറേഷനായിട്ട് എടുക്കുന്നത്. പക്ഷേ ഇന്ത്യൻ ലോയിൽ നമുക്ക് ഈ പറയുന്ന നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന കൺസിഡറേഷന് നമുക്ക് വാലിഡ് ആയിട്ടുള്ള കൺസിഡറേഷൻസ് ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മളുടെ ഇംഗ്ലീഷ് ആൻഡ് ഇന്ത്യൻ ലോയിൽ നമ്മുടെ കൺസിഡറേഷനിൽ ഉണ്ടാവുന്ന ഡിഫറൻസസ്. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഡിഫറൻസ് എന്താണെന്ന് കണ്ടല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഏതാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഓക്കെ, ഇനി രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് കൺസിഡറേഷനിൽ നോക്കാനുണ്ട്. ഒന്ന് ഫോർബിയറൻസും പിന്നെ ഒരെണ്ണം കോംപ്രമൈസ്. ഫോർബിയറൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റെടുക്കുന്ന കാര്യം. കോംപ്രമൈസ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ അല്ലേ, രണ്ട് കൂട്ടരും തമ്മിൽ അത് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ഒത്തുതീർപ്പിലാകാം. കോംപ്രമൈസ് ഒത്തുതീർപ്പ്, ഫോർബിയറൻസ് ഏറ്റെടുക്കൽ. അപ്പം ഒരു ഏറ്റെടുക്കലും അതുപോലെ കോംപ്രമൈസും എങ്ങനെയാണ് കൺസിഡറേഷനായിട്ട് ഫോം ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, ഫോർബിയറൻസ് ടു സ്യൂ മീൻസ് അബ്സ്റ്റെയിനിങ് ഫ്രം ടേക്കിംഗ് എനി ആക്ഷൻ ഇൻ ദ കോർട്ട് ഓഫ് ലോ. അതായത് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യത്തിനെ അത് നിയമത്തിലേക്ക് വിട്ടുകൊടുക്കാതെ അത് ഏറ്റെടുക്കുന്നതിനെയാണ് ഫോർബിയറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം ഒരു കേസിന് പോകുമ്പോൾ കേസിന് പോവാതെ അത് ഏറ്റെടുക്കുക, കേസിന് പോവാതെ എങ്ങനെ അത് പരിഹരിക്കാം എന്നുള്ളത് ഏറ്റെടുക്കുക. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫോർബിയറൻസ് കൊണ്ട് ഉദ്ദേശിച്ചത്. Both under English and Indian law, forbearance to sue has been considered to be a good consideration. അതായത് ഒരു ലീഗൽ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ആ ലീഗൽ മൂവ്മെൻറ്റിന് പോവാതെ അതിന് പകരമായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ഏറ്റെടുക്കാം. നിയമപരമായി മുന്നോട്ട് പോവാതെ തന്നെ നമുക്കത് കോംപ്രമൈസ് ചെയ്യാം എന്നുള്ള രീതിയിൽ, നമുക്കത് നെഗോഷിയേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഏറ്റെടുക്കുന്നതിനെയാണ് ഫോർബിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ലോയിലും ഇന്ത്യൻ ലോയിലും ഈ ഫോർബിയറൻസിനെ ഗുഡ് കൺസിഡറേഷനായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പേഴ്സൺ എ ഹാസ് ബോറോഡ് 10,000 rupees from person B with a promise to pay interest at a rate of 10% per annum. പേഴ്സൺ എ എന്ത് ചെയ്തു? പേഴ്സൺ ബിയുടെ അടുത്തു നിന്നും 10,000 rupees ബോറോ ചെയ്തു. അതുമാത്രമല്ല, ആ ബോറോ ചെയ്ത അമൗണ്ടിന് പെർ ആനം ഒരു വർഷത്തേക്ക് 10% ഇൻട്രസ്റ്റ് തരാമെന്നും പറഞ്ഞു. സബ്സിക്വൻ്റ്ലി ഹീ ഫെയിൽസ് ടു പേ ദ എമൗണ്ട്. പക്ഷേ പിന്നീട് അത് വാങ്ങിച്ച ശേഷം പേഴ്സൺ എ എന്ത് ചെയ്തു? അത് അടയ്ക്കാനായിട്ട് ആൾക്ക് പറ്റിയില്ല, അടയ്ക്കാൻ അത് വീഴ്ച വരുത്തി. വെൻ ബി ഈസ് അബൌട്ട് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് എ കേസ്, അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ പേഴ്സൺ ബി പൈസ കൊടുത്ത ആൾ എന്ത് ചെയ്തു? പേഴ്സൺ എക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്യാനായിട്ട് പോയി. ആ സമയത്ത് പേഴ്സൺ എ അഗ്രി ടു പേ എ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറ്റ് 12% പെർ ആനം. അപ്പോൾ ആ സമയത്ത് പേഴ്സൺ എ ഇത് അറിഞ്ഞിട്ട് വേഗം പേഴ്സൺ ബിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇല്ല, ഞാൻ നിങ്ങളുടെ പൈസ തരാം, മാത്രമല്ല ഞാൻ ഇൻട്രസ്റ്റ് 10% പറഞ്ഞത്, ഇപ്പം ഞാൻ നിങ്ങൾക്ക് 12% പെർ ആനം ഇൻട്രസ്റ്റും തരാമെന്ന് പറഞ്ഞു. സോ ബി ഡസ് നോട്ട് ഫയൽ ദ സ്യൂട്ട്. അപ്പോൾ അതുകൊണ്ട് ബി എന്ത് ചെയ്തു? കേസ് ഫയൽ ചെയ്തില്ല. അപ്പോൾ ദിസ് ഫോർബിയറൻസ് ഓൺ ദ പാർട്ട് ഓഫ് ബി ടു ഫയൽ ദി സ്യൂട്ട് ഈസ് എ സഫീഷ്യൻറ്റ് കൺസിഡറേഷൻ. അപ്പോൾ ഇങ്ങനെ കേസ് ഫയലിംഗ് ചെയ്യാൻ പോയ ബിയുടെ ഭാഗത്തു നിന്നും അത് ഫയൽ ചെയ്യാതെ അതിന് ഒരു ഫോർബിയറൻസ് വന്നത് ഒരു നല്ല കൺസിഡറേഷൻ തന്നെയാണ്.
ഓക്കെ, അപ്പം ഇവിടെ പേഴ്സൺ എ തന്നെയാണ് എന്ത് ചെയ്തത്, കേസിന് പോവാതെ ആ കാര്യം പരിഹരിക്കാം എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഫോർബിയറൻസിനെ നമുക്കിവിടെ ഒരു നല്ല കൺസിഡറേഷനായിട്ട് കൺസിഡർ ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി കോംപ്രമൈസ് ഓഫ് എ ഡിസ്പ്യൂട്ട് ക്ലെയിം, ഒരു ഡിസ്പ്യൂട്ട് ക്ലെയിമിനുള്ള കോംപ്രമൈസ്. എ കോംപ്രമൈസ് ഓഫ് എ ഡിസ്പ്യൂട്ടഡ് ക്ലെയിം ഈസ് ഓൾസോ എ ഗുഡ് കൺസിഡറേഷൻ. ഒരു ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ക്ലെയിമിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു കോംപ്രമൈസ് ഫോം ചെയ്താൽ അതിനെ നമുക്കൊരു കൺസിഡറേഷനായിട്ട് കൺസിഡർ ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കൂ. വെൻ പേഴ്സൺ എ ക്ലെയിംസ് എ സം ഓഫ് ₹50,000 ആസ് ഡ്യൂ ഫ്രം പേഴ്സൺ ബി. പേഴ്സൺ എ പറയാണ്, പേഴ്സൺ ബി എൻ്റെ കയ്യിൽ നിന്ന് 50,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്, അയാൾ ഇതുവരെ തിരിച്ച് തന്നിട്ടില്ല, അയാൾ എനിക്ക് പേ ചെയ്യണം, അത് ഡ്യൂ ആണെന്ന് പറയാണ്. ആൻഡ് പേഴ്സൺ ബി ഡിനൈസ് ദ ഡെപ്റ്റ്. പക്ഷേ പേഴ്സൺ ബി പറയാണ്, ഇല്ല ഞാനത് വാങ്ങിച്ചിട്ടുമില്ല എന്നുള്ള രീതിയിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് സബ്സിക്വൻ്റ്ലി ബോത്ത് ഓഫ് ദം എൻ്റർ ഇൻ ടു എ കോംപ്രമൈസ്. അപ്പോൾ അവസാനം എന്തായി, രണ്ടുപേരും തർക്കമായി. പിന്നെ തർക്കത്തിൻ്റെ അവസാനം രണ്ടുപേരും തമ്മിൽ കോംപ്രമൈസ് ചെയ്യാണ്. എന്താണ് കോംപ്രമൈസ് ചെയ്യുന്നത്? ശരി, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കത് നെഗോഷിയേറ്റ് ചെയ്യാം, ഞാൻ പൈസ തരാം, പക്ഷേ ഈ 50,000 തരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവരൊരു ₹40,000 നെഗോഷിയേറ്റ് ചെയ്ത് കോംപ്രമൈസ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു കോംപ്രമൈസിനെ നമുക്കൊരു കൺസിഡറേഷനായിട്ട് കൺസിഡർ ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം കോംപ്രമൈസ്, ഒരു ഡിസ്പ്യൂട്ട് ക്ലെയിമിൻ്റെ കോംപ്രമൈസും ഒരു ഫോർബിയറൻസും, ഒരു സ്യൂഡ് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫോർബിയറൻസും എല്ലാം നമുക്ക് കൺസിഡറേഷനായിട്ട് എടുക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ ആ ഫോർബിയറൻസിൻ്റെ കോംപ്രമൈസിൻ്റെ ഒരു വ്യത്യാസം നോക്കൂ. ഫോർബിയറൻസ് എന്ന് പറയുമ്പം ബാറോ ചെയ്ത ആളാണ് ഫോർബിയറൻസ് ചെയ്യുന്നത്. കോംപ്രമൈസ് ചെയ്യുന്നതോ ബോറോവറും ബോറോയിയും, അതായത് പൈസ കൊടുത്ത ആളും പൈസ വാങ്ങിച്ച ആളും തമ്മിലാണ് കോംപ്രമൈസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഫോർബിയറൻസിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഓഫ് കോഴ്സ് നമ്മുടെ കോംപ്രമൈസിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. ഓക്കെ, ഫോർബിയറൻസിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോയാൽ ചിലപ്പം അത് ഇതിലും കൂടുതലുള്ള ഭവിഷ്യത്ത് ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഫോർബിയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിലൊരു കാര്യം നോക്കൂ. ഫോർബിയറൻസിൽ നെഗോഷിയേറ്റ് ചെയ്യുന്നത് എത്ര എമൗണ്ടാണോ ഡെപ്റ്റ് ആയിട്ടുള്ളത് അതിലും കൂടുതൽ എമൗണ്ടാണ് ഫോർബിയറൻസിൽ പ്രോമിസ് ചെയ്യുന്നത്. പക്ഷേ കോംപ്രമൈസിൽ പ്രോമിസ് ചെയ്യുന്നത് എത്ര എമൗണ്ടാണ് ഡ്യൂ അതിലും കുറവ് എമൗണ്ടാണ് കോംപ്രമൈസിൽ പ്രോമിസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഫോർബിയറൻസിൽ ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൻ്റെ എല്ലാ ഡോക്യുമെൻസും എക്സ്പ്രസ്ഡ് ആയിട്ട് റിട്ടേൺ ഫോമിൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ട് അവിടെ. പക്ഷേ കോംപ്രമൈസിൽ ആ ഒരു ക്ലെയിമിന് യാതൊരു എവിഡൻസും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ഡിസ്പ്യൂട്ടിലേക്ക് മാറിയത്. ഓക്കെ, സോ അത് എന്തായാലും ഒരു നെഗോസിയേഷനിൽ ഒരു ചെറിയ എമൗണ്ടിൽ അത് നെഗോഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ കോൺട്രാക്ട് ഫോം ചെയ്യുമ്പം നമ്മളതിൽ റിട്ടേൺ ഡോക്യുമെൻ്റായിട്ട് നമ്മുടെ കോൺട്രാക്ട് ഡീലിംഗ് ഒക്കെ ഫോം ചെയ്യുന്നതിൻ്റെ അത്യാവശ്യം എത്രമാത്രമാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ, നമ്മുടെ പ്രോമിസും കാര്യങ്ങളെല്ലാം റിട്ടേൺ ഡോക്യുമെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഫോർബിയറൻസിൽ ഈ പറഞ്ഞ പോലെ നഷ്ടപരിഹാരം നമുക്ക് കിട്ടുള്ളൂ. അതേസമയം നമുക്ക് അങ്ങനെ ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ഒന്നും ഇല്ല, എല്ലാം വെർബലാണെങ്കിൽ അവിടെ നമുക്ക് കോംപ്രമൈസേ പറ്റുള്ളൂ. അത് കോംപ്രമൈസ് ചെയ്യുന്നത് നമ്മളുടെ എമൗണ്ട് ഡ്യൂവിൻ്റെ എത്രയുണ്ടോ അതിൻ്റെ കുറവ് എമൗണ്ടിലേക്ക് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ പറയുന്ന ബിസിനസ് കോൺട്രാക്ട്സ് ഫോം ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ ഫോം ചെയ്ത് ഫയൽ ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അതില്ലാത്തത് കൊണ്ട് നമുക്കൊരു നഷ്ടം വരാൻ പാടില്ല. ഇവിടെ ഫോർബിയറൻസ് ചെയ്യുമ്പോൾ നഷ്ടം വരുന്നില്ല, എന്നാൽ കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഈ കോംപ്രമൈസ് അങ്ങനെ പോയതിൻ്റെ കാരണം തന്നെ അവരെ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഫോർബിയറൻസിന് അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളിതൊക്കെ പഠിച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ബിസിനസ് കോൺട്രാക്ട്സ് എപ്പോഴും ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം, എവിഡൻസ് ഉണ്ടായിരിക്കണം. പിന്നീട് എന്ത് പ്രശ്നം വന്നാലും അതിന് ഈ എവിഡൻസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്യൂ ചെയ്യാം.
ക്ലെയിം ചെയ്യാം കോർട്ടിൽ. അപ്പോൾ നമുക്കതിനുള്ള നഷ്ടപരിഹാരങ്ങൾ കിട്ടുന്നുണ്ടാവും. പക്ഷേ അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. കോംപ്രമൈസേഷനിൽ നമുക്ക് നമ്മളുടെ ഡ്യൂ അമൗണ്ടിൻ്റെ കുറവ് എമൗണ്ട് കിട്ടുള്ളൂ. അത് നമുക്ക് ഒരു നഷ്ടം തന്നെയാണ്. ഓക്കെ, സോ ആ രീതിയിൽ നമ്മൾ ഫോർബിയറൻസും അതുപോലെ കോംപ്രമൈസും എന്താണെന്ന് നോക്കി അതിനെ നമുക്ക് രണ്ട് ഇതിലും ഇംഗ്ലീഷ് ലോയിലും ഇന്ത്യൻ ലോയിലൊക്കെ അതിനെ കൺസിഡർ ചെയ്യുന്നും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫോർബിയറൻസ് എന്താണ്, കോംപ്രമൈസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, നമുക്കിനി അടുത്ത ഇതിൽ എന്താ പറയണമെന്ന് നോക്കാം. ഓക്കെ, നമ്മളപ്പം കൺസിഡറേഷനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു. എന്താണ് കൺസിഡറേഷൻ, വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് കൺസിഡറേഷൻ, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് കൺസിഡറേഷൻ ആൻഡ് വാട്ട് ആർ ദ എക്സെപ്ഷൻസ് ടു കൺസിഡറേഷൻ, പിന്നെ എക്സെപ്ഷൻ ടു നോ കൺസിഡറേഷൻ, നോ കോൺട്രാക്റ്റ്, പിന്നെ നമ്മളുടെ കൺസിഡറേഷനിൽ ഫോർബിയറൻസും അതുപോലെ കോംപ്രമൈസും എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടി പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മളുടെ കോൺട്രാക്റ്റിൻ്റെ ഒരു എലമെൻ്റ് ആയിട്ടുള്ള കപ്പാസിറ്റി ടു കോൺട്രാക്റ്റ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് നമ്മളുടെ കോൺട്രാക്റ്റിൻ്റെ ഒരു എലമെൻ്റാണ്. അപ്പോൾ വാലിഡ് ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി, അതാണ് ഇവിടെ മെയിൻ ചെയ്യുന്നത്. നമുക്കറിയാം കോൺട്രാക്റ്റിൽ 2 വ്യക്തികളാണ് മിനിമം ഉണ്ടാവേണ്ടത് കോൺട്രാക്റ്റ് ഫോം ചെയ്യാൻ. അങ്ങനെയുള്ള വ്യക്തികൾ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത്, ദട്ടു ഒരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർക്ക് കുറച്ച് ലീഗൽ എബിലിറ്റി ഉണ്ടായിരിക്കണം. ഈ ലീഗൽ എബിലിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള അവകാശം ഉണ്ടാവുള്ളൂ, അല്ലേ, ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള റൈറ്റ്സ് ഫോം ചെയ്യുള്ളൂ. അല്ലാത്തവർക്ക് ഇതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലീഗൽ എബിലിറ്റി ഇല്ല, അതുപോലെ തന്നെ അവർക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ഫോം ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആ കപ്പാസിറ്റി വരുന്നതെന്നുള്ളതാണ് നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. സോറി, ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് legal ability of a person to enter into a valid contract with other parties. അപ്പോൾ കപ്പാസിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും ലീഗലായിട്ടുള്ള എബിലിറ്റിയാണ്. ഈ ലീഗലായിട്ടുള്ള എബിലിറ്റി കിട്ടുമ്പോഴാണ് അയാൾ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള ഒരു കോമ്പീറ്റൻറ്റ് പേഴ്സണായിട്ട് മാറുന്നത്. സോ only a competent person can create a valid contract, അല്ലേ. അപ്പം എവ്രി പേഴ്സൺ, എല്ലാ വ്യക്തികളും 3 കാര്യങ്ങളാണ് പറയുന്നത്. ആ 3 കാര്യങ്ങളും ഓക്കെ ആവുന്ന ഏതൊരു വ്യക്തിനെയും നമുക്ക് ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള കോമ്പീറ്റൻറ്റ് പേഴ്സണായിട്ട് കൺസിഡർ ചെയ്യാം. അതേതൊക്കെയാണ്? ആദ്യം പറയുന്നത് ഹു ഈസ് ഓഫ് ദ ഏജ് ഓഫ് മെജോറിറ്റി, പ്രായപൂർത്തി ആയിട്ടുള്ള ഒരു വ്യക്തി, അല്ലേ. മേജറായിട്ടുള്ളൊരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം. പിന്നെ ഹു ഈസ് ഓഫ് സൗണ്ട് മൈൻഡ്, നോർമലായിട്ടുള്ള മനസ്ഥിതിയുള്ള വ്യക്തി, അല്ലേ, നോർമലായിട്ടുള്ള മൈൻഡ് ഹെൽത്ത് ഉള്ള വ്യക്തി, അവർക്കും എന്താണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. പിന്നെ ഹു ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്റ്റിംഗ് ബൈ എനി ലോ ടു വിച്ച് ഹി ഈസ് സബ്ജക്റ്റ്. ഒരു നിയമവും അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അങ്ങനെ ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാൾക്കും എന്ത് ചെയ്യാം, കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന വ്യക്തി മേജർ ആയിരിക്കണം, സൗണ്ട് മൈൻഡഡ് പേഴ്സൺ ആയിരിക്കണം, ആൻഡ് ഷുഡ് ബി ക്വാളിഫൈഡ് ബൈ എനി ലോ. ഹി ഷുഡ് നോട്ട് ബി ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ്. സപ്പോസ് ഇപ്പോൾ ഒരാൾ ബാങ്ക്രപ്റ്റ് ആയാണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നിയമം ഒരിക്കലും അയാൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് സമ്മതിക്കില്ല. സോ ഹി ഈസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. അങ്ങനെയുള്ള ആളായിട്ട് നമുക്ക് കോൺട്രാക്റ്റ് ഏർപ്പെടാൻ പറ്റില്ല. അങ്ങനെ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇൻവാലിഡ്. ഓക്കെ, സോ ഈ 3 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു വ്യക്തിയുടെ ലീഗൽ എബിലിറ്റി പറയുന്നത്. ഈ 3 ലീഗൽ എബിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ഒരു കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇൻ ഓർഡർ ടു എൻറ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്റ്റ് ആണല്ലോ. ഇനി നമ്മുടെ ആ ഏജൻ്റ് ഇതിൽ മെജോറിറ്റി പറഞ്ഞു. നമ്മളെങ്ങനെയാണ് ഒരു മെജോറിറ്റി കൺസിഡർ ചെയ്യുന്നത്? അല്ലാതെയുള്ള ആൾക്കാരെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കുക. അതിൽ ആദ്യം പറയുന്നൊരു കാര്യം
മൈനറെ കുറിച്ചാണ്. മേജർ അല്ലാത്ത ആൾക്കാർ മൈനർ ആണല്ലോ. സോ ഹൂ ഈസ് എ മൈനർ? എ പേഴ്സൺ ഹു ഹാസ് നോട്ട് അറ്റൈൻ ദ ഏജ് ഓഫ് മെജോറിറ്റി ഈസ് എ മൈനർ. നമ്മൾ മെജോറിറ്റി ആയിട്ട് പറയുന്ന ഒരു ഏജ് അച്ചീവ് ചെയ്യാത്ത ഏതൊരാളിനെയും നമുക്ക് മൈനറായിട്ട് കൺസിഡർ ചെയ്യാം. അക്കോർഡിംഗ് ടു ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875, നമ്മളുടെ ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875, നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എപ്പോഴാണ്? 1872 കഴിഞ്ഞിട്ട് പിന്നെ 3 വർഷം കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875 വന്നിട്ടുള്ളത് അല്ലേ. അപ്പം കോൺട്രാക്റ്റ് ആക്ടിന് നിയർ ബൈ ആണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഇനി ഓർത്തില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ പറയാം. ഇന്ത്യൻ മെജോറിറ്റി ആക്ട് അനുസരിച്ചിട്ട് ഏതൊരു വ്യക്തിയാണോ ഏജ് ഓഫ് മെജോറിറ്റി അച്ചീവ് ചെയ്തിട്ടുള്ളത് ആ വ്യക്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മേജർ ഇത് എ പേഴ്സൺ ഹു ഹാസ് നോട്ട് അറ്റൈൻ ദ ഏജ് ഓഫ് മെജോറിറ്റി ഈസ് മൈനർ അല്ലേ. ആ മെജോറിറ്റി ഏജ് അറ്റൈൻ ചെയ്യാത്ത ആളിനെ മൈനറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ മെജോറിറ്റി ആക്ട് അനുസരിച്ചിട്ട് എ പേഴ്സൺ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് 18 years ഓഫ് ഏജ് ഈസ് കൺസിഡർഡ് ടു ബി മൈനർ. അതായത് 18 വയസ്സ് തികയാത്ത ഏതൊരു വ്യക്തിനെയും നമ്മുടെ ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875 അനുസരിച്ച് മൈനറായിട്ടാണ് കൺസിഡർ ചെയ്യുക. അയാളെ ഒരിക്കലും നമുക്ക് മേജറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അതാണ് ഇന്ത്യൻ മെജോറിറ്റി ആക്ട് പറയുന്നത്. ഇനി ആ ആക്ടിൽ ഒരു ചെറിയ ഭേദഗതി കൂടി ഉണ്ട്. എന്താണത്? ഇഫ് എ മൈനർ ഈസ് അണ്ടർ ദ കെയർ ആൻഡ് കസ്റ്റഡി ഓഫ് ദ കോർട്ട്, അതായത് നമ്മളുടെ കോടതിയുടെ കസ്റ്റഡിയിലും കോടതിയുടെ സംരക്ഷണയിലും കഴിയുന്ന ഒരു മൈനറാണെങ്കിൽ, അതുമാത്രമല്ല കോർട്ട് ഹാസ് അപ്പോയിൻറ്റഡ് എ ഗാർഡിയൻ ടു ടേക്ക് കെയർ ഓഫ് ദറ്റ് മൈനർ, അതായത് കോർട്ട് തന്നെ ഒരു ഗാർഡിയനെ തീരുമാനിച്ച് ആ ഗാർഡിയൻ്റെ അടുത്ത് ഈ പറയുന്ന മൈനറെ സംരക്ഷിക്കാനുള്ള എല്ലാ ചുമതല ഏർപ്പെടുത്തുകയാണെങ്കിൽ ആ കേസിൽ, ഇൻ സച്ച് കേസ് ദ മൈനർ ബിക്കംസ് മേജർ ഓൺലി ഓൺ ദ കംപ്ലീഷൻ ഓഫ് ദ ഏജ് ഓഫ് 21. അപ്പോൾ അങ്ങനെ കോർട്ടിൻ്റെ കസ്റ്റഡിയിൽ കഴിയുന്ന ഒരു വ്യക്തി, കോർട്ട് അപ്പോയിൻമെൻറ്റ് നടത്തിയിട്ടുള്ള ഒരു ഗാർഡിയൻ്റെ സംരക്ഷണയിൽ കഴിയുന്ന ഒരു മൈനർ വ്യക്തി മേജർ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി വെൻ ഹി അച്ചീവ്സ് ഹിസ് ഏജ് ഓഫ് 21. 21 വയസ്സ് തികഞ്ഞാൽ മാത്രമേ അങ്ങനെയുള്ള വ്യക്തിനെ നമുക്ക് മേജറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875 അനുസരിച്ച് 18 years അച്ചീവ് ചെയ്യുന്ന എല്ലാവരും തന്നെ നമുക്ക് മേജറായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ ഈ കോർട്ടിൻ്റെ കസ്റ്റഡിയിലും കോർട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ ഗാർഡിയൻസിലും കഴിയുന്ന ഒരു മൈനറാണെങ്കിൽ അയാൾക്ക് എന്തായാലും 21 വയസ്സ് തികഞ്ഞാൽ മാത്രമേ ആളെ നമുക്ക് മേജറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അണ്ടർ ഇംഗ്ലീഷ് ലോ, ഈ ഇംഗ്ലീഷ് ലോയിൽ ഇതിനൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഏജ് ഓഫ് മെജോറിറ്റി ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ഫ്രം 21 to 18. ഇംഗ്ലീഷ് ലോയിൽ ഈ പറയുന്ന കോർട്ടിൻ്റെ കസ്റ്റഡിയിലും കോർട്ട് ഡിസൈഡ് ചെയ്തിട്ടുള്ള വ്യക്തിയുടെ ഗാർഡിയൻസിലും കഴിയുന്ന ഒരു മൈനർക്ക് 25 വയസ്സെന്നുള്ളത് 18 വയസ്സായിട്ട് അവർ റെഡ്യൂസ് ചെയ്തു, ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. ദിസ് ഇസ് ബൈ ദ ഫാമിലി റീഇൻഫോഴ്സ്മെൻറ്റ് ആക്ട് 1969. നമ്മൾ 1875 കഴിഞ്ഞിട്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം 1969 ഇന്ത്യൻ റിഫോംസ് ആക്ട് വന്നു. അതനുസരിച്ചാണ് ഇവരെന്ത് ചെയ്തത്, ഈ പറയുന്ന ഒരു ക്ലോസ്, നമ്മുടെ ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875 ഒരു ക്ലോസ് ആയിരുന്നു. എന്ത്? കോർട്ടിൻ്റെ കസ്റ്റഡിയിലുള്ള ഒരു മൈനർക്ക് 21 years ഓഫ് ഏജ് അറ്റൈൻ ചെയ്താൽ ആളെ മെജോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ ഒരു ഭേദഗതി ഇംഗ്ലീഷ് ലോയിൽ കൊണ്ടുവന്നു. അവിടെ പറഞ്ഞത് എന്താണ്? ദ മെജോറിറ്റീസ് ഏജ് ഇസ് റെഡ്യൂസ്ഡ് ഫ്രം 17 to 18. 21 into 18, അതായത് 21 നിന്നും 18 കുറച്ചു അല്ലേ. അത് യൂണിഫോമായിട്ട് എല്ലാ കേസിലും അത് ഫോളോ ചെയ്യായിരുന്നു. അപ്പോൾ അതാണ് നമുക്ക് നമ്മുടെ മൈനറിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അക്കോർഡിംഗ് ടു ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875, whoever is achieving the age of 18 is considered to be major. Who is not achieving the age of 18 is minor. A minor who is under the custody of a court and who is under the guardians of a person appointed by the court is considered to be a major only when he completes his age of 21. Whereas in case of English law, they have amended it, and accordingly the major's age has been decreased from 21 to 18.
This is in support with the Family Reinforcement Act 1969. ഓക്കെ, അപ്പോൾ അങ്ങനെ ആക്ടിൻ്റെ നമ്മുടെ ഫാമിലി റീഎൻഫോഴ്സ്മെൻറ്റ് ആക്ടിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഫാമിലി റീഎൻഫോഴ്സ്മെൻറ്റ് ആക്ട് പ്രകാരം നമുക്ക് ഭേദഗതി വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇപ്പോഴും നമ്മളുടെ ഇന്ത്യയിൽ നമ്മൾ അതേ സിറ്റുവേഷനിലാണ് കൺസിഡർ ചെയ്യുന്നത്. എന്താണ്, 18 വയസ്സ് തികയാത്തവരെ മൈനറെന്നും കോർട്ടിൻ്റെ കസ്റ്റഡിയിലും കോർട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ഗാർഡിയൻസിൻ്റെ കീഴിലും ഉള്ള മൈനറിനെ 21 വയസ്സ് തികഞ്ഞാൽ മാത്രമേ ഒരു മേജറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, ഇനി അടുത്തെന്താ പറയണമെന്ന് നോക്കാം. നിയമപരമായിട്ട് ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ മൈനർക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. ഇനി അഥവാ ഒരു മൈനർ എൻ്റർ ചെയ്താൽ തന്നെയും ദാറ്റ് ഡസൻ ബിക്കംസ് എ വാലിഡ് കോൺട്രാക്റ്റ് എന്നും പറഞ്ഞു. ആണല്ലോ. ഇനി മൈനറിൻ്റെ എഗ്രിമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ നിയമവശങ്ങളാണുള്ളത് അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യം പറയുന്നത് എൻ എഗ്രിമെൻറ്റ് ബൈ ഓർ വിത്ത് എ മൈനർ ഈസ് വോയിഡ്. സ്വാഭാവികമായിട്ടും ഏതൊരു കോൺട്രാക്റ്റിൽ അല്ല എൻ്റർ ചെയ്യുന്ന ഒരു പാർട്ടി മൈനറാണെങ്കിൽ ആ മൈനറായിട്ട് നമ്മൾ ഫോം ചെയ്യുന്ന എഗ്രിമെൻ്റ് അതിനോടനുബന്ധിച്ച് ഫോം ചെയ്യുന്ന കോൺട്രാക്റ്റ് എല്ലാം വോയിഡ് ആയിരിക്കും. ഓക്കെ, വാലിഡ് ആയിരിക്കില്ല. The Contract Act is silent on the question as to whether the contract entered into by a minor is void or voidable. അത് വോയിഡാണ്, വോയിഡബിളും അല്ല. വോയിഡബിൾ ഇൻ ദ സെൻസ് നമുക്ക് പിന്നീട് വാലിഡാക്കി മാറ്റാനും പറ്റില്ല. ഓക്കെ, വേരിയസ് ഹൈക്കോർട്ട്സ് ഇൻ ഇന്ത്യ, പല നമ്മുടെ ഹൈക്കോർട്ട്സ് ഓഫ് ഇന്ത്യയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ ഇതേ രീതിയിൽ തന്നെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. That is, the contract is silent on the question as to whether the contract entered into by a minor is void or voidable. Gave different opinions on the point. അപ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഹൈക്കോടതികൾ പല ഒപ്പീനിയൻസാണ് പല സാഹചര്യങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. Some of the high courts declared that a contract entered into by a minor was voidable and some of the high court decided that it was void. അപ്പോൾ കുറേ കോർട്ടുകൾ എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മളുടെ മൈനറായിട്ട് എൻ്റർ ചെയ്യുന്നൊരു കോൺട്രാക്റ്റ് വോയിഡബിളാണ്, ദാറ്റ് മീൻസ് പിന്നീട് വാലിഡ് ആക്കാമെന്നും. ചില കോർട്ടുകൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്, നമ്മളുടെ ഈ മൈനറായിട്ട് എൻ്റർ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് വോയിഡാണ് എന്നുള്ള രീതിയിൽ തന്നെ പിന്നീടും അത് വോയിഡായിട്ട് തന്നെ തുടരും എന്നുള്ള രീതിയിലാണ് ഡിസ്കഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മളുടെ മൈനർ ഇസ് വോയിഡ് എന്നുള്ള രീതിയിൽ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് പല ഡിഫറെൻറ്റ് ഹൈക്കോർട്ട്സ് ഇൻ ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് നമ്മളുടെ മൈനർ എഗ്രിമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നിയമവശമാണ്. അപ്പം നമ്മളുടെ ഇന്ത്യയിൽ നമ്മൾ ഏത് റീജിയനിലാണോ അവിടെ ഏതാണോ ഒരു കോൺട്രാക്ട് ഫോം ചെയ്യുന്നത് അവിടെ ഈ പറയുന്ന മൈനേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നല്ലതാണ്. പിന്നെ മൈനർ ഇസ് നോട്ട് ബൗണ്ട് ടു റിട്ടേൺ ദ ബെനിഫിറ്റ്സ് റിസീവ്ഡ്. അതാണ് ഒരു വലിയ പ്രശ്നമുള്ളത്. നമുക്കൊരിക്കലും ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ ഒരു മൈനറെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം ഇതാണ്. കാരണം ഈ മൈനർക്ക് ആ കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അവകാശമോ അല്ലെങ്കിൽ അയാൾക്ക് ഒരു ബാധ്യതയോ ഉണ്ടാവുന്നില്ല. A person who has obtained a benefit under a void contract must return the benefit when the contract becomes void. ഇപ്പോൾ ഒരു വ്യക്തി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, അതിനുള്ള ട്രാൻസാക്ഷൻസും നടന്നു. അപ്പോൾ അതിൽ ഈ എ പേഴ്സൺ ഹു ഹാസ് ഒബ്റ്റൈൻഡ് എ ബെനിഫിറ്റ് അണ്ടർ എ വോയിഡ് കോൺട്രാക്റ്റ്, അപ്പം ഒരു മൈനറായിട്ടുള്ള വ്യക്തി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, അതിനുള്ള ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട് അതിലുള്ള ബെനിഫിറ്റും അയാൾ നേടിയെടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും ആൾ മൈനറായതുകൊണ്ട് ആ കോൺട്രാക്റ്റ് വോയിഡാണ്. അപ്പോൾ നമ്മളുടെ ആ മൈനറായിട്ടുള്ള വ്യക്തി എന്താണ് ആ കോൺട്രാക്റ്റിലൂടെ നേടിയെടുത്തത് അത് തിരിച്ച് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഇതിൽ പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ
A person who has obtained a benefit under a void contract must return the benefit when the contract becomes void. അത് void ആണ് കണ്ടു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം? അയാൾക്ക് കിട്ടിയ ബെനിഫിറ്റ്സ് അയാൾ റിട്ടേൺ ചെയ്യണം. ഇനി so the question arises whether a minor is bound to return the benefits which he obtained under any contract made by him. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നത്, ഇതുപോലെ മൈനറായിട്ടുള്ള ആൾക്കാർ ഇതുപോലെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അയാൾ മൈനറാണെന്ന് കണ്ട് കോൺട്രാക്റ്റ് വോയിഡ് ആയി കഴിഞ്ഞാൽ അയാളെല്ലാം റിട്ടേൺ ചെയ്യണമെന്നാണ് ഒരു ചോദ്യം വന്നത്. അപ്പോൾ അതിന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇതാണ്, it is declared that the minor, if has received any benefit under void agreement, may not compensate or refund it. അപ്പം അയാൾക്കത് കോമ്പൻസേറ്റ് ചെയ്യാനോ റിഫണ്ട് ചെയ്യാണ്ട് ഇതില്ല എന്നാണ് പറയുന്നത് നോർമൽ കേസിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മളുടെ ഒരു ബിസിനസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന വ്യക്തി മേജറാണെന്ന് അറ്റ് എനി കോസ്റ്റ് നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, അതങ്ങനെ ഉറപ്പ് വരുത്താതെ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു പിന്നീടാണ് അറിയുന്ന ആൾ മൈനറാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അയാളുടെ അടുത്ത് ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ആ കോൺട്രാക്റ്റ് വോയിഡാണ്, പിന്നെ നമുക്കത് ക്ലെയിം ചെയ്താൽ അത് കൊടുക്കണം എന്നുള്ള അവകാശം നമ്മളുടെ മൈനറിന് ഫോം ചെയ്യുന്നില്ല. അപ്പോൾ അത് റിസ്ക്കാണ്. ഓക്കെ, ഇപ്പം നമുക്ക് എല്ലാവർക്കും ഈ ആധാർ കാർഡൊക്കെ വന്നിട്ടുള്ളതിൻ്റെ മെയിൻ റീസൺ ഇത് തന്നെയാണ്. അപ്പോൾ ആധാർ കാർഡിൻ്റെ കോപ്പിയൊക്കെ കാണിക്കാൻ പറയുന്നത് കൃത്യമായിട്ട് അവരുടെ ഏജും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമ്മളുടെ മൈനർ എഗ്രിമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു ലോ പോയിൻ്റ് എന്താണ്? അപ്പോൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? മൈനർ ആയിട്ടുള്ള എഗ്രിമെൻറ്റ് ചില ഹൈക്കോർട്ട്സ് വോയിഡബിൾ ആണെന്നും ചില ഹൈക്കോർട്ട്സ് വോയിഡ് ആണെന്നുള്ള രീതിയിൽ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണെന്ന് പറഞ്ഞു. സെക്കൻഡ് വൺ എന്താണ്? ഇപ്പം ഒരു ഇൻവാലിഡ് ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റിൽ ഒരു മൈനർ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ മൈനർക്ക് ആ കോൺട്രാക്റ്റിലൂടെ എന്ത് ബെനിഫിറ്റ്സ് ആണോ കിട്ടിയിട്ടുള്ളത് ആ ബെനിഫിറ്റ്സ് റിട്ടേൺ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നിയമം പറയുന്നത് മൈനർ അങ്ങനെ ബെനിഫിറ്റ് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് റിട്ടേൺ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഒരുപാട് ബ്രൈബ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് എന്താ പറയുന്നത്? A minor cannot ratify his act. Since a contract by a minor is void, it yet cannot be ratified by him even after he becomes major. Suppose a person who attained majority promises to repay the money which he was lent to him during his minority cannot be enforced. അതായത് ഒരു മൈനർ ആയിരിക്കുന്ന സമയത്ത് ഒരാൾ എഗ്രിമെൻറ്റ് ഫോം ചെയ്തു, പക്ഷേ അയാൾ പിന്നീട് മൈനറാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് വോയിഡായി. പക്ഷേ പിന്നീട് ഈ മൈനർ മേജറായി കഴിഞ്ഞാൽ അയാൾക്ക് ഈ പറയുന്ന കാര്യം റാറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, അത് ക്ലിയർ ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സപ്പോസ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേഴ്സൺ ബിയിൽ നിന്നും കുറച്ച് പൈസ ബോറോ ചെയ്തു. ഓക്കെ, പിന്നീട് അത് കൊടുത്തില്ല, പേഴ്സൺ ബിക്ക് കൊടുത്തില്ല. പേഴ്സൺ ബി പിന്നീടാണ് അറിയുന്നത് പേഴ്സൺ എ മൈനറാണ്, ഹീസ് നോട്ട് മേജർ. പക്ഷെ ആളെ കണ്ടാൽ മേജറാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആൾ മൈനറാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, പേഴ്സൺ എയ്ക്ക് അയാൾ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി ഈ ഇൻസ്റ്റൻസിൽ നമ്മുടെ പേഴ്സൺ എ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആൾ മേജറായി. ഓക്കെ, അപ്പോൾ ആൾക്കിപ്പോൾ തോന്നുകയാണ് അന്ന് ഇതുപോലെ ബോറോ ചെയ്ത അമൗണ്ട് എനിക്ക് തിരിച്ചു കൊടുക്കണം. ഓക്കെ, ആ ബോറോ ചെയ്ത ആളുടെ അടുത്ത് വിളിച്ച് പറയാണ്, ഇപ്പോൾ എനിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ അന്ന് തരാനുള്ള പൈസ ഇപ്പം തരാം എന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് മൈനർ കനോട്ട് റാറ്റിഫൈ ദിസ് ആക്ട്. അപ്പോൾ അത് അയാൾക്ക് അങ്ങനെ ഒരു പ്രോമിസ് കൊടുക്കാൻ നിയമപരമായിട്ട് പറ്റില്ല, അത് നിയമം അംഗീകരിക്കില്ലെന്നാണ് പറയുന്നത്. സോ ഇറ്റ് കനോട്ട് ബി റാറ്റിഫൈഡ് by him even after he becomes major. Suppose a person on attaining majority promises to repay the money which was lent to him during his majority cannot be enforced. അപ്പോൾ മൈനറായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ തന്നെ അതായത് മൈനറാണെന്ന് കണ്ട അപ്പം തന്നെ കോൺട്രാക്റ്റ് വോയിഡായി. അപ്പോൾ അതിനോടനുബന്ധിച്ച് വീണ്ടും ഒരു പ്രോമിസ് ഒന്നും കൊടുക്കാനുള്ള അവകാശം നമ്മുടെ മൈനർക്കില്ല. ഓക്കെ, അപ്പോൾ മൈനർ എങ്ങനെയാണ് എൻ്റർ ചെയ്താൽ കോൺട്രാക്റ്റ് വോയിഡ് ആവുന്നതെന്നും പറഞ്ഞു. മൈനർക്ക് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട് അതിനുള്ള ബെനിഫിറ്റ് കിട്ടി, ആ ബെനിഫിറ്റ് അയാൾക്ക് തിരിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞെന്താണ്, മൈനർ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, മണി ട്രാൻസാക്ഷൻ നടത്തി, അയാൾ മൈനർ ആയതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കണ്ട, പക്ഷേ അയാൾ മേജർ ആയപ്പോൾ അത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതും കോർട്ട് അംഗീകരിക്കില്ല. കാരണം ഓൾറെഡി അയാൾ മൈനറാണെന്ന് കണ്ട് ആ കോൺട്രാക്റ്റ് വോയിഡായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ നമുക്ക് നമ്മുടെ മൈനറിൻ്റെ എഗ്രിമെൻറ്റ്സിന് പ്രസക്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും ആണല്ലോ. അപ്പോൾ 3 ആസ്പെക്ട്സ് ആണ് കണ്ടത്. എഗ്രിമെൻറ്റ് ബൈ ഓർ വിത്ത് ആൻ മൈനർ ഇസ് വോയിഡ്, minor is not bound to return the benefits received, and a minor cannot ratify his act. ആൾക്കാരുടെ ആക്റ്റുകൾ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ പറയണമെന്ന് നോക്കാം. ഇനി നെക്സ്റ്റ് ഒരു കാര്യം നമ്മളുടെ മൈനറിന് റിലേറ്റഡ് ആയിട്ടുള്ള ലീഗൽ ആസ്പെക്റ്റ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ഫ്രം എ മൈനർ ഇൻ കേസ് ഓഫ് ഫ്രോഡ്. റെസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ വീണ്ടെടുക്കുക, ഒരു പ്രോപ്പർട്ടി വീണ്ടെടുക്കുക. ദാറ്റ് മീൻസ് ഒരു മൈനർ ഫ്രോഡ് കളിച്ചുകൊണ്ട് ഒരു പ്രോപ്പർട്ടി സ്വായത്തമാക്കി കഴിഞ്ഞാൽ അതെങ്ങനെ വീണ്ടെടുക്കാം, അതിനെയാണ് ഇവിടെ പറയുന്നത്. When a minor has obtained any property by making false representation that he is a major, then the minor can, on principles of equity, be compelled to restore the said property to the original owner, provided it is identifiable and is still in his possession. നമ്മൾ ഇപ്പം പൈസ വാങ്ങിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു വാങ്ങിച്ചു കഴിഞ്ഞാൽ അയാൾ മൈനറാണെന്ന് ഉള്ളതുകൊണ്ട് ആ വസ്തു അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത ഇല്ല എന്ന് പറഞ്ഞു. സിൻസ് ഹീസ് എ മൈനർ, നിയമം അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ അങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിയമം ഒരു ഭേദഗതി വരുത്തിയത് എങ്ങനെയാണ്, ഒരു മൈനർ മേജറാണെന്ന് മിസ്റെപ്രസെൻറ്റേഷൻ നടത്തിക്കൊണ്ട്, ഫാൾസ് റെപ്രസെൻറ്റേഷൻ നടത്തിക്കൊണ്ട് ഒരു പ്രോപ്പർട്ടി കൈവശമാക്കി കഴിഞ്ഞാൽ, പിന്നീട് അയാൾ മൈനറാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്വിറ്റി അനുസരിച്ചിട്ട് ആ മൈനർ ഈസ് കമ്പൽഡ് ടു റിസ്റ്റോർ ദ സെഡ് പ്രോപ്പർട്ടി ടു ദ ഒറിജിനൽ ഓണർ. ആ പ്രോപ്പർട്ടി ഒറിജിനൽ ഓണർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു കമ്പൽഷൻ, ഒരു നിർബന്ധം അവിടെ ഉണ്ടാവുന്നു. പ്രൊവൈഡഡ് ഇറ്റ് ഈസ് ഐഡൻറ്റിഫയബിൾ ആൻഡ് ഈസ് സ്റ്റിൽ ഇൻ ഹിസ് പൊസിഷൻ. അയാളുടെ അധീനതയിലാണ് ഇപ്പോഴും ആ വസ്തു ഉള്ളതെന്നുണ്ടെങ്കിൽ അയാൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒറിജിനൽ ഓണർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു കമ്പൽഷൻ ഫോം ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രോഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മുടെ മൈനർ ഫ്രോഡ് കളിച്ചു അല്ലേ, അയാൾ മേജറാണെന്ന് പറഞ്ഞ് ഫാൾസ് റെപ്രസെൻറ്റേഷൻ നടത്തിയിട്ടാണ് ആ പ്രോപ്പർട്ടി സ്വായത്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അയാളൊരു ഫ്രോഡ് കളിച്ചിട്ടുണ്ട്. സോ ആ ഒരു ഇൻസ്റ്റൻസിൽ നിയമം പറയുന്ന ഒരു ഭേദഗതി ഇങ്ങനെയാണ്, ആ പ്രോപ്പർട്ടി അയാൾ എന്ത് ചെയ്യണം, അയാൾ തീർച്ചയായിട്ടും ആ ഒറിജിനൽ ഓണർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. സപ്പോസ് ദ മൈനർ ഹാസ് പാർട്ടഡ് വിത്ത് പൊസഷൻ, restitution becomes impossible and he cannot be compelled to pay money or to return the article which the minor purchased. അതാണ് അതിൽ വേറൊരു കാര്യം. ഇപ്പം ഫാൾസ് റെപ്രസെൻറ്റേഷൻ നടത്തി ഒരു മൈനർ മേജറാണെന്ന് ബോധ്യപ്പെടുത്തി ഒരു വസ്തു കൈക്കലാക്കി, ഒരു പ്രോപ്പർട്ടി കൈക്കലാക്കി. പിന്നീട് അയാൾ മൈനറാണെന്ന് ബോധ്യപ്പെടുകയും നിയമം അയാളോട് ആ പ്രോപ്പർട്ടി അതിൻ്റെ ഓണർക്ക് തന്നെ തിരിച്ചു കൊടുക്കാനായിട്ട് ഫോഴ്സ് ചെയ്യുകയും ചെയ്യാണ്. അപ്പോൾ അവിടെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ആ പ്രോപ്പർട്ടി അപ്പോഴും ആ മൈനറുടെ അധീനതയിലാണെങ്കിലാണ് അങ്ങനെ ഫോഴ്സ് ചെയ്യുക. പക്ഷേ അയാളുടെ അധീനതയിലല്ലാതെ അയാളിൽ നിന്നും വേറൊരു മേജർക്ക് അത് കൈമാറിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മൈനറുടെ അടുത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടെ പറയുന്നത്. സപ്പോസ് ദ മൈനർ ഹാസ് പാർട്ടഡ് വിത്ത് പൊസഷൻ, അയാളുടെ പൊസഷൻ മാറ്റി, റെസ്റ്റിറ്റ്യൂഷൻ ബിക്കംസ് ഇമ്പോസിബിൾ. അപ്പോൾ നമുക്ക് ആ റെസ്റ്റിറ്റ്യൂഷൻ നടക്കില്ല. ആൻഡ് ഹി കനോട്ട് ബി കമ്പൽഡ് ടു പേ മണി ഓർ റിട്ടേൺ ദ ആർട്ടിക്കിൾ. അപ്പം ആ വസ്തു തിരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അതിനോട് ബന്ധിച്ച് ഇപ്പം എന്താണോ പൈസ അത് കൊടുക്കാനോ നമുക്ക് മൈനറെ കമ്പൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്.
അതാണ് ഇവിടെ നമ്മൾ പറയുന്ന ഒരു നിയമവശം. മനസ്സിലായല്ലോ? ബോറോയിങ് മണി അല്ലെങ്കിൽ ബോറോയിങ് സംതിങ് ഈസ് നോട്ട് കമ്പൾഡ് ടു മൈനേഴ്സ്. നിയമം അങ്ങനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മൈനറായിട്ടൊരു കോൺട്രാക്റ്റിൽ, ബിസിനസ് കോൺട്രാക്റ്റിൽ പ്രത്യേകിച്ച് ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മണി ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ മെറ്റീരിയൽ ട്രാൻസാക്ഷൻസോ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ ഒരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷനാണ് നടത്തുന്നുണ്ടെങ്കിൽ അവിടെ നിയമം പറയുന്നത് ദറ്റ് പ്രോപ്പർട്ടി ഷുഡ് ബി റിട്ടേൺ ടു ദ ഓണർ ഈവൻ ദോ ദ മൈനർ ഈസ് മേക്കിംഗ് എ ഫാൾസ് റെപ്രസെൻറ്റേഷൻ ആസ് മേജർ. അങ്ങനെ മേജറാണെന്ന് പറഞ്ഞിട്ടാണ് അയാൾ വാങ്ങിച്ചതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ തിരിച്ചു കൊടുക്കണം. പക്ഷേ അയാളുടെ പൊസിഷനിലുള്ള പ്രോപ്പർട്ടി വീണ്ടും കൈമാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മൈനറിൻ്റെ അടുത്ത് നമുക്കൊന്നും കമ്പൽ ചെയ്യാൻ പറ്റില്ല. പൈസ തിരിച്ചു തരാൻ പറയാനോ അല്ലെങ്കിൽ ആ വസ്തു തിരിച്ചു തരാൻ പറയാനോ പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുന്നത് നോക്കൂ. പേഴ്സൺ എ, മൈനർ, fraudulently representing that he is a major, purchases a car from B, a trader, for 6 lakhs and pays rupees 4 lakhs in cash, and he executes a pronote for the balance of 2 lakhs. Person A എന്ത് ചെയ്തു? അയാൾ മേജറാണെന്ന് ഫ്രോഡ് കളിച്ചിട്ട് ബി എന്ന് പറഞ്ഞ ഒരു ട്രേഡറുടെ അടുത്ത് 6 ലക്ഷം രൂപയ്ക്ക് ഒരു കാറ് വാങ്ങിച്ചു. കാറ് വാങ്ങിച്ചപ്പോൾ തന്നെ അയാൾ ക്യാഷായിട്ട് 4 ലക്ഷം രൂപ കൊടുത്തു. ബാക്കി 2 ലക്ഷം രൂപ ബാലൻസിന് ഒരു പ്രോണോട്ടും എഴുതി കൊടുത്തു. ഇഫ് ബി ഫൗണ്ട് എ ഈസ് എ മൈനർ ആൻഡ് ഫൈൽ എ കേസ് അഗെയിൻസ്റ്റ് ദ മൈനർ ഫോർ റിക്കവറി ഓഫ് ദ ബാലൻസ് അമൗണ്ട്, person A easily escapes from the liability, saying that he is a minor and so B cannot recover the amount in that case. The court will compel. അപ്പം ഇവിടെ അപ്പോൾ കുറേ കാലമായിട്ട് ഈ 2 ലക്ഷം രൂപ അയാൾ ഇനി ബാലൻസ് അടയ്ക്കാനുള്ളത് അടച്ചില്ല. അപ്പോൾ ആ ട്രേഡർ എന്ത് ചെയ്തു? പേഴ്സൺ എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്യാൻ പോവുക. അപ്പം അറിയാണ് പേഴ്സൺ എ മൈനറാണ്. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? കേസ് ഫയൽ ചെയ്തു. അതായത് അയാൾ എൻ്റെ കയ്യിൽ നിന്ന് 6 ലക്ഷം രൂപയ്ക്ക് കാർ മേടിച്ചു, 4 ലക്ഷം തന്നോളൂ, ഇനി ബാക്കി 2 ലക്ഷം തരാനുണ്ട്, അതെനിക്ക് റിക്കവർ ചെയ്യണം. അപ്പോൾ കേസ് ഫയൽ ചെയ്തപ്പം എ എന്ത് ചെയ്തു? വീണ്ടും കളിച്ചു. അപ്പോൾ യഥാർത്ഥം പറഞ്ഞു, ശരിയാണ്, ഞാൻ മേജറല്ല, ഞാൻ മൈനറാണ്, അപ്പോൾ എനിക്ക് ലയബിലിറ്റി ഇല്ല എന്ന് പറയാണ്. സ്വാഭാവികമായിട്ടും നിയമം അത് തന്നെയാണല്ലോ പറയുന്നത്. കാരണം നമ്മളുടെ ഈ പറയുന്ന മൈനറായിട്ടുള്ള വ്യക്തിയിൽ നിന്നും പൈസ തിരിച്ച് ഈടാക്കാൻ പറ്റില്ലെന്നാണല്ലോ പറയുന്നത്. സോ ദാറ്റ് ഹീ ഈസ് എ മൈനർ ആൻഡ് സോ ബി കനോട്ട് റിക്കവർ ദ എമൗണ്ട്. പക്ഷേ നിയമം കോർട്ട് പറയുന്ന വേറൊരു കാര്യമുണ്ട്. കോർട്ട് എന്ത് ചെയ്യുന്നു? ഹി കമ്പൽസ് ദ പേഴ്സൺ എ ടു റിട്ടേൺ ടു ബി ദ കാർ ആൻഡ് എനി ആർട്ടിക്കിൾസ് വിച്ച് ദ മൈനർ ഹാഡ് ഫോംഡ്. അപ്പോൾ പറയാണ്, എന്തായാലും നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വസ്തു അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. അതിനോടനുബന്ധിച്ച് എന്തൊക്കെ ആർട്ടിക്കിൾസ്, ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ അതൊക്കെ തിരിച്ച് ആ ഓണർക്ക് തന്നെ തിരിച്ചു കൊടുക്കാനായിട്ട് മൈനറെ കമ്പൽ ചെയ്യാണ്. ബിക്കോസ് ഇയാൾ മൈനറാണെങ്കിലും ഇപ്പോഴും അയാളുടെ ആ കാറ് ഒരു പ്രോപ്പർട്ടി ആണല്ലോ, ആ പ്രോപ്പർട്ടി ഇപ്പോഴും അയാളുടെ അധീനതയിലാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾ ബാക്കി പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിലും ആ കാറ് അതിൻ്റെ ഓണർക്ക് തന്നെ തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത അയാൾക്കുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് കോർട്ട് പറയുന്നത്. പിന്നെ ഇവർ തമ്മിലുള്ള ഒരു നെഗോസിയേഷനാണ് പിന്നീട് ഫോം ചെയ്യുന്നത്. ആൾറെഡി 4 ലക്ഷം രൂപ കൊടുത്താണ് കാറ് തിരിച്ചെടുക്കുവാണ്. അപ്പോൾ അതിലെന്തെങ്കിലും നെഗോസിയേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ആ ട്രേഡർ എന്തെങ്കിലും പൈസ അയാൾക്ക് തിരിച്ചു കൊടുത്താലായി. അങ്ങനെയാണ്. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. ഒരു പ്രോപ്പർട്ടി ഒരു മൈനർ ഫാൾസ് റെപ്രസെൻറ്റേഷൻ നടത്തിയിട്ട് അത് കൈവശം വെച്ച് കഴിഞ്ഞാൽ അത് കോർട്ട് പറയുന്നത് തീർച്ചയായിട്ടും ആ വസ്തു തിരിച്ച് അതിൻ്റെ ഓണർക്ക് തന്നെ മൈനർ തിരിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പം മൈനറുടെ കയ്യിൽ നിന്നും വേറെ ഒന്നും നമുക്ക് കമ്പൽ ചെയ്ത് മേടിക്കാൻ പറ്റില്ല. ഇനി മൈനർ ആ വസ്തു വേറെ ആൾക്ക് മറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വസ്തു തിരിച്ച്, ആ പ്രോപ്പർട്ടി തിരിച്ച് ഓണർക്ക് കൊടുക്കാനായിട്ട് പറയാൻ കമ്പൽ ചെയ്യാൻ പറ്റില്ലേ. അത് അയാളുടെ പൊസിഷനിൽ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ കമ്പൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ഫ്രം എ മൈനർ ഇൻ കേസ് ഓഫ് ഫ്രോഡ്. അപ്പോൾ ചിലപ്പോൾ മൈനേഴ്സ് ഇങ്ങനെ പലരും ഫ്രോഡ് കളിച്ചിട്ട് പല കാര്യങ്ങളും നേടാറുണ്ട് അല്ലേ. പലപ്പോഴും നമ്മൾ ഇതുപോലത്തെ വാർത്തകളൊക്കെ പേപ്പറിൽ നമ്മൾ കാണാറുണ്ട് അല്ലേ.
പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ഇതുപോലെ ചെയ്യുന്നത് അല്ലേ. അപ്പം അവരുടെ ശിക്ഷാ നിയമങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇതുപോലെയുള്ള നിയമത്തിൻ്റെ വശങ്ങൾ വെച്ചിട്ടാണ് അവരുടെ ശിക്ഷാ നടപടികളൊക്കെ ഫോം ചെയ്യുന്നത്. അപ്പം മൈനർ എന്താണ്, മൈനറിന് ഒരു എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ആളൊരു കോൺട്രാക്റ്റിൽ എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ നിയമവശങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ സെഷൻ കംപ്ലീറ്റ് ആവുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സെഷനിൽ മീറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് റെഗുലേഷൻ പേപ്പർ ആവർത്തിച്ചൊന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. അപ്പോഴേ നിങ്ങളുടെ കൺസെപ്റ്റ്സ് ഓർമ്മയിൽ നിൽക്കുള്ളൂ. എല്ലാവരും ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ ഈ സബ്ജക്റ്റ് പഠിച്ചെടുക്കാം. ഓക്കെ, so we will meet in the next session. So till then it's bye, and all of you please take care. Okay, bye.